ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തലക്കറിയാണ്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. തലക്കറി വെക്കാനായി ഇവിടെ എടുത്തിരിക്കുന്നത് 3 തക്കാളി ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ഇല്ലി കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ തോലുപോക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായി ഒരു ചട്ടി എടുത്ത് അത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം പച്ചമുളക് കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് നന്നായി വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് എണ്ണയിലോട്ട് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചച്ചുവ മാറുന്ന വരെ നമുക്കതിനൊന്ന് നന്നായി വാട്ടിയെടുക്കാം. പച്ചമണം മാറിയ ശേഷം നമ്മൾ അതിലോട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി വാടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നോക്കാം. ഇനി ഒരു ചട്ടി വെച്ച് അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. അതും 1.5 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി വാട്ടിയെടുക്കണം. അങ്ങനെ ഇത് നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടുപ്പത്ത് വെച്ച തക്കാളി ഉള്ളിയെല്ലാം നമുക്ക് നോക്കാം. അങ്ങനെ ഇവിടെ നമ്മളെ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നന്നായി വാട്ടിയെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇതിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി നമുക്കതിനൊന്ന് അടച്ചു വെക്കാം.
അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സൂതേൻ്റെ തല ഇട്ട് കൊടുക്കാം. നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പെല്ലാം കഴിക്കാൻ അടിപൊളിയാണ്. നമ്മൾ വീഡിയോ ആദ്യം ഇടുന്ന വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.